റിയ അത് കഴിക്കല്ലേ? ഞാൻ എന്നോട് പറഞ്ഞില്ലേ നിപ്പ ഉള്ള കാര്യം. നമ്മൾ കോഴിക്കോട്ടുകാര് ഇപ്പൊ ഒരുവിധം എല്ലാ മഴക്കാലത്തും കേട്ടുവരുന്ന ഒന്നാണ് നിപ്പ വൈറസിനെ പറ്റി. നിപ്പയെ പറ്റി കൂടുതലായിട്ട് പറയാം. ഇറ്റ്സ് മീ ഡോക്ടർ റാഷിദ്. നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ നിപ്പ ഉണ്ടാവുന്നത് വവ്വാലുകളിൽ നിന്ന് തന്നെയാണ്. പക്ഷെ ഇത് മഴക്കാലത്ത് തന്നെ ഉണ്ടാവാനുള്ള കാരണം ആ സമയത്താണ് മധുരമുള്ള പഴവർഗ്ഗങ്ങളുടെ പ്രൊഡക്ഷൻ ഉണ്ടാവുന്നത്. അപ്പോൾ ഇത് വവ്വാലുകളുള്ള സ്ഥലത്താണെന്നുണ്ടെങ്കിൽ അവ ഭക്ഷിക്കുകയോ അല്ലെങ്കിൽ അവയുടെ വിസർജ്യങ്ങൾ അതിന്റെ മേലെ ആവുകയോ ചെയ്തു കഴിഞ്ഞാൽ അത് നമ്മൾ ക്ലീൻ ആക്കാതെയോ അല്ലെങ്കിൽ അത് ഭക്ഷിക്കുന്ന സമയത്താണ് ഇത് മനുഷ്യരിലേക്ക് എത്തുന്നത്. ഇത് മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പടരുന്നത് നമ്മുടെ റെസ്പിറേറ്ററി ഡ്രോപ്ലെറ്റ്സ് മുഖാന്തരമാണ്. അതായത് നമ്മുടെ കോവിഡ് പടരുന്നത് പോലെ തന്നെ. പക്ഷെ ഇത് കോവിഡിൽ നിന്നും മാറ്റി നിർത്തുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഫേറ്റൽ അതായത് മരണനിരക്ക് 40 മുതൽ 70% വരെയാണ്. നിപ്പ വൈറസ് വരാതിരിക്കാനായിട്ട് ഡാമേജ്ഡ് ആയിട്ടുള്ള ഫ്രൂട്ട്സുകളെല്ലാം അവോയ്ഡ് ചെയ്യുക. അതേപോലെ തന്നെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും നല്ല ക്ലീൻ ആയിട്ടതിന് ശേഷം മാത്രം ഉപയോഗിക്കുക. അതുപോലെ തന്നെ നമ്മുടെ കൈയിന്റെ ക്ലീൻനെസ്സും ഉറപ്പുവരുത്തുക.